ബോച്ചെ പുറത്തേക്ക് എത്തുകയാണ്. ആ പുറത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ജയിലിന് പുറത്ത് ഏതാണ്ട് 100 കണക്കിന് ആളുകൾ അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. അത് നിരവധി സ്ത്രീകളടക്കമുള്ള ആളുകളാണ്. അതിൻ്റെ വീഡിയോ ഇതിനകത്ത് കാണിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാം. അവർ പൂക്കളുമായി ബോച്ചയെ കാത്തു നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരാളെ നന്നാവാൻ സമ്മതിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തെ വീണ്ടും ചീത്തയാക്കുന്നതിന് വേണ്ടി ബോച്ച ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു ഡബിൾ മീനിങ്ങും ഇല്ല, അത് ആ നടിയുടെ കുഴപ്പമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവരെല്ലാവരും തന്നെ എത്തിയേക്കുന്നത്. ഇതിലെനിക്ക് വളരെ വിചിത്രമായി തോന്നിയത് ബോച്ചയുടെ വേഷം അനുകരിച്ചുകൊണ്ട് തന്നെ ഒരാൾ നിൽക്കുന്ന ഫോട്ടോ കൂടി കണ്ടു. അതായത് ബോച്ചയെ പോലെ തന്നെ മറ്റൊരു ബോച്ച എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിനെല്ലാത്തിനു ശേഷം എന്തായാലും ബോച്ചയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. ഈ ബോച്ചയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവരൊക്കെ തന്നെ ആരാധകരൊക്കെ തന്നെ വലിയ ആഹ്ലാദത്തിലാണ്. എനിക്ക് ഏറ്റവും ബലമായ സംശയം ഇതൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ നമ്മുടെ രാഹുൽ ഈശ്വരനും കൂടി ഇതുപോലൊന്ന് ജയിലിൽ പോയിട്ട് തിരിച്ചു വന്നാൽ കൊള്ളാം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം തോന്നാൻ സാധ്യതയുണ്ട്. കാരണം പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത്ര പണമില്ലാത്തതുകൊണ്ട് ഇത്രയും പേരെ സംഘടിപ്പിക്കാൻ പറ്റുമെന്നൊന്നും നമുക്കറിയില്ല. എന്താണെങ്കിലും വലിയ രീതിയിലുള്ള ആഘോഷമാണ് ബോച്ചയ്ക്ക് വേണ്ടി ജയിലിനെ പുറത്ത് അവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് തന്നെ ബോച്ചയ്ക്ക് കേസിൻ്റെ കാര്യത്തിൽ വലിയ വിനയാകും. കൂടെ നടത്തുന്നവർ കുറച്ചും കൂടി ബുദ്ധിയുള്ള ആളുകളെ കൂടെ നടത്തുന്നത് ബോച്ചയ്ക്ക് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, ഒരു സുഹൃത്ത് എന്നുള്ളത്. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിൻ്റെ ഉത്തരവ് പുറത്തു വന്നിരുന്നു. ഏതാണ്ട് ഞാനിത് എടുക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പാണ് ഉത്തരവ് പുറത്തേക്ക് വന്നത്. ആ ഉത്തരവ് വന്നപ്പോൾ അതിൻ്റെ 14 പേജുകൾ ഞാൻ വായിച്ചു. ആ പേജുകളിൽ കോടതി പറഞ്ഞേക്കണത് വളരെ കൃത്യമാണ്. കോടതിയുടെ നിലപാട്, ആ നിലപാടിൽ കോടതി പറഞ്ഞേക്കണത് സ്റ്റീവ് മരബോളി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഓതറുടെയും അതുപോലെ ഒരു മോട്ടിവേഷണൽ സ്പീക്കറുടെയൊക്കെ ഒരു കോട്ടിങ്സ് ആണ് കോടതി ആദ്യമേ ആ ഉത്തരവിൽ കൊടുത്തേക്കുന്നത്. ആ ഉത്തരവിൽ കൊടുത്തേക്കുന്നത് ഡു നോട്ട് ജഡ്ജ് എ വുമൺ ബൈ ഹെർ അപ്പിയറൻസ് എന്നാണ്. അവളുടെ അപ്പിയറൻസ് കൊണ്ടിട്ട് ഒരു സ്ത്രീയെയും നിങ്ങൾ വിലയിരുത്തരുത്. അങ്ങനെ വിലയിരുത്തിയാൽ അത് നിങ്ങളെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, അല്ലാതെ അവളെയല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് കോടതി ഏറ്റവും ആദ്യമേ തന്നെ എഴുതി ചേർത്തിട്ടുള്ളത്. ഇറ്റ് ഡിഫൈൻസ് യു നോട്ട് ഹെർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ അതിൽ നിന്ന് തുടങ്ങി ഏതാണ്ട് ഈ കുറ്റകൃത്യങ്ങളടങ്ങുന്ന വകുപ്പുകളൊക്കെ തന്നെ അത് അട്രാക്റ്റ് ചെയ്യില്ല, ഈ കുറ്റകൃത്യങ്ങളൊന്നും അട്രാക്റ്റ് ചെയ്യില്ല എന്നാണ് ബി രാമൻപിള്ള എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ടുള്ള അഡ്വക്കേറ്റ് ബോച്ചയ്ക്ക് വേണ്ടി വാദിച്ചതെങ്കിലും അതൊന്നും നിലനിന്നില്ല. ഈ കുറ്റകൃത്യങ്ങളെല്ലാം തന്നെ ആ വകുപ്പുകളൊക്കെ തന്നെ അട്രാക്റ്റ് ചെയ്യും എന്നാണ് അസന്നിഗ്ധമായി കോടതി പറഞ്ഞേക്കുന്നത്. പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ആ ഓർഡർ വായിച്ചാൽ സാമാന്യ ബുദ്ധിയുള്ള നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ കടുത്ത നിബന്ധനകളൊന്നും വെച്ചിട്ടില്ല. നിബന്ധനകൾ വെച്ചേക്കുന്നത് 50,000 രൂപയുടെ 2 ആൾജാമ്യം കൊടുക്കണമെന്നും പിന്നെ കൂടാതെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോഴെല്ലാം ഹാജരാകണം എന്നാണ്. അല്ലാതെ ആഴ്ചയിൽ ചെന്ന് ഒപ്പിടണം എന്നൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യരുതെന്നും അങ്ങനെ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴേക്കുള്ള കോടതികൾക്ക് വേണമെങ്കിൽ ഈ ജാമ്യം ക്യാൻസൽ ചെയ്യാമെന്നൊക്കെയുള്ള ഉത്തരവിൽ സാധാരണ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എഴുതി ചേർത്തിട്ടുള്ളത്. പക്ഷേ കോടതിയുടെ നിലപാടുകൾ വളരെ സുവ്യക്തമാണ്. കുഞ്ഞികൃഷ്ണൻ ജഡ്ജിൻ്റെ നേതൃത്വത്തിലുള്ള കുഞ്ഞികൃഷ്ണനാണ് വിധി എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് വളരെ ക്ലിയറാണ്. പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുന്നുവെന്നും ഈ തരത്തിലുള്ള ഈ ഡബിൾ മീനിങ്ങിൻ്റെയും മറ്റ് തരത്തിലുള്ള കാര്യങ്ങളുമൊക്കെ തന്നെ ഈ വകുപ്പുകളൊക്കെ തന്നെ അട്രാക്റ്റ് ചെയ്യുമെന്നും സ്ത്രീകളെ ഒരു കാരണവശാലും മെലിഞ്ഞ, തടിച്ച, കറുത്ത എന്നൊക്കെ പറഞ്ഞ് അഡ്രസ്സ് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് വളരെ വിശദമായിട്ടുള്ള, എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ജാമ്യ ഓർഡറിനേക്കാൾ കുറച്ചുകൂടി വിശദമായിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റാണ് പുറത്തേക്ക് ഇറക്കിയിട്ടുള്ളത്. 6 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം നമ്മുടെ ബോബി ചെമ്മണ്ണൂർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ആരവവും പാലക്കാട് എന്നൊക്കെ വന്നിട്ടുള്ള നിരവധി ആളുകൾ വന്ന് കാത്തു നിൽക്കലുമൊക്കെ വേണ്ടിയിരുന്നോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ അത്തരത്തിൽ ഇതൊരു ആഘോഷ പരിപാടിയാക്കി മാറ്റാനാണ് ബോച്ചയുടെ കൂട്ടത്തിലുള്ള ആളുകൾ ശ്രമിച്ചിട്ടുള്ളത്. അത് മിക്കവാറും തന്നെ ബോച്ചയുടെ കൂടെ വർക്ക് ചെയ്യുന്നവരും അതുപോലെ തന്നെ ഫിജി കാട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന നിരവധി ആളുകളുമൊക്കെ ആയിരിക്കും. അപ്പോൾ മാധ്യമങ്ങളൊക്കെ വരും എന്നുള്ളത് കൊണ്ടാണോ എന്നറിയില്ല. ഇതും ഒരു മാർക്കറ്റിംഗ് ഈവൻ്റ് ആക്കാനാണ് ബോച്ച ശ്രമിച്ചിട്ടുള്ളത്. കാരണം അതിൽ ഫിജി കാട്ടെന്നും അതുപോലെ തന്നെ ബോബി ചെമ്മണ്ണൂർ ഗോൾഡ് ജ്വല്ലേഴ്സ് എന്നൊക്കെ എഴുതിയിട്ടുള്ള പ്ലക്കാർഡുകളും പോസ്റ്ററുകളും ഒക്കെ കാണാം. പിന്നെ കൂടാതെ അവരൊക്കെ പറയുന്നത് ബോച്ച ഒരു തെറ്റും ചെയ്തിട്ടില്ല, പകരം 4 മാസം കഴിഞ്ഞാണോ ഈ നടി പരാതി കൊടുക്കുന്നത് എന്നൊക്കെയുള്ള ചില വിമർശനങ്ങളൊക്കെ തന്നെ അതിനകത്ത് പറയുന്നുണ്ട്. അതൊക്കെ ബോച്ചയ്ക്ക് കേസിന് ഒരു പക്ഷേ വലിയ തോതിൽ തിരിച്ചടിയായിരിക്കും. കാരണം ജഡ്ജി കുഞ്ഞികൃഷ്ണനാണെങ്കിലും ഹൈക്കോടതി ജഡ്ജി കുഞ്ഞികൃഷ്ണനാണെങ്കിലും മറ്റ് ജഡ്ജിമാരൊക്കെ ആണെങ്കിലും അവരൊക്കെ ചൊവ്വയിലും അതുപോലെ തന്നെ വേഴത്തിലൊന്നും ജീവിക്കുന്നവരല്ല. അവരൊക്കെ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ തന്നെ ജീവിക്കുന്നവരാണ്. ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ കേട്ടാൽ നന്നായി മനസ്സിലാക്കുന്നവരാണ്. കാരണം നമ്മുടെ ഇവിടുത്തെ ലോ കോളേജുകളിൽ പഠിച്ചവരാണ്. അപ്പോൾ എത്രത്തോളം അഭ്യാസമൊക്കെ അവർക്ക് അറിയാം എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം. കൂടാതെ അവർ ഈ വിധിയിലും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇത്തരത്തിൽ ഡബിൾ മീനിങ് ഉള്ള പദപ്രയോഗങ്ങളൊന്നും ഇനി നടത്തരുത് എന്നുള്ളത് കൂടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി ബോച്ചയുടെ കാര്യം ഇതാണെങ്കിൽ ബോച്ച ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് 6 ദിവസം കഴിഞ്ഞതിന് ശേഷം.
എന്താണെങ്കിലും രാഹുൽ ഈശ്വർ മിക്കവാറും അകത്തേക്ക് പോകാനാണ് സാധ്യത. കാരണം രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസ് പരാതി കൊടുത്തിരുന്നു. ആ പരാതിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വർ സ്വന്തമായി വാദിക്കുമെന്നൊക്കെയാണ് കേട്ടത്. അത് ഉണ്ടായില്ല ഭാഗ്യത്തിൽ. പക്ഷേ എന്നിട്ട് പോലും ഹൈക്കോടതിയിൽ ചെന്നിട്ട് ഹൈക്കോടതി ജാമ്യം കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഒരു താൽക്കാലികമായി ഒരു നോട്ട് ടു അറസ്റ്റ് എന്നുള്ള ഒരു ആനുകൂല്യം പോലും രാഹുൽ ഈശ്വറിന് കൊടുത്തില്ല. കാരണം ഈ ജഡ്ജിമാരൊക്കെ തന്നെ മിക്കവാറും ചർച്ചകളൊക്കെ കാണുന്നവരായിരിക്കും. അപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെയൊക്കെ 2 ചർച്ച കണ്ടാൽ തന്നെ ആർക്കും ജാമ്യം കൊടുക്കാൻ തോന്നണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് കേസിൻ്റെ മെറിറ്റൊക്കെ പരിശോധിച്ചിട്ടുണ്ടാവും ഉറപ്പായിട്ടും. പക്ഷെ ഞാൻ തമാശയായിട്ട് പറഞ്ഞതാണ്. കാരണം രാഹുൽ ഈശ്വറിൻ്റെ 2 ചർച്ച കണ്ടാൽ ഇപ്പോൾ കുറച്ചു കാലം ജയിലിൽ കിടക്കട്ടെ എന്ന് കാണുന്ന ആർക്കും തോന്നും. കാരണം ഏതാണ് പുള്ളി പറയാൻ ഉദ്ദേശിച്ചത്, എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ വീണ്ടും പുള്ളി പറയുന്നത് ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ തന്നെ ഹണി റോസിനെ ഞാൻ വിമർശിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഡ്രസ്സ് നോക്കി വിമർശിക്കരുത് എന്നുള്ളതാണ് കോടതി കൃത്യമായി ഇന്നത്തെ ഓർഡറിൽ പറഞ്ഞേക്കുന്നത്. പിന്നെ എനിക്ക് പോകാനായിട്ട് ഒരു പുരുഷ കമ്മീഷൻ ഇല്ല എന്ന് പറയുന്ന ഒരു സങ്കടവും കൂടി നമ്മുടെ രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയി, ഈ ബോബി ചെമ്മണ്ണൂരിനെ സ്വീകരിക്കാനായിട്ട് മെൻസ് അസോസിയേഷൻ്റെ ആളുകളും, അതായത് പുരുഷ അസോസിയേഷൻ ഏതോ അജിത് കുമാർ എന്ന് പറഞ്ഞ് മുടി നീട്ടി വളർത്തി ഒരാളൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ബോബി ചെമ്മണ്ണൂരിൻ്റെ കുറച്ചുകൂടി കാശ് ചിലവാകും എന്നുള്ളതല്ലാതെ ഇവരൊക്കെ വന്ന് സ്വീകരിച്ചാൽ എല്ലാ മാനവും കൂടി പോകും ബോച്ചെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താങ്കളെ വ്യക്തിപരമായി പരിചയമുള്ള ആളുകൾക്ക് താങ്കളെക്കുറിച്ചൊരു മോശമായ അഭിപ്രായം ഉണ്ടാവില്ല. പകരം താങ്കളതൊക്കെ ബിസിനസ്സിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കമൻറ്റുകളൊക്കെ നടക്കുന്നതെന്നും ആളുകളുടെ അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതുമൊക്കെ നമുക്കറിയാം. പക്ഷേ ജനങ്ങൾ പൊതുവെ വിചാരിക്കുക ഇത്തരത്തിൽ ഡബിൾ മീനിങ്ങുകളൊക്കെ പറയുന്ന വളരെ മോശപ്പെട്ട വഷളനായിട്ടുള്ള ഒരാളാണ് താങ്കൾ എന്നുള്ളൊരു ഇമേജാണ് അറിഞ്ഞോ അറിയാതെയോ താങ്കൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ബിസിനസ്സിനൊക്കെ പല ഗുണങ്ങളും ഉണ്ടാകും. കാരണം വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് താങ്കളുടെ കസ്റ്റമേഴ്സ് എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഈ ഇന്നത്തെ ജയിലിന് പുറത്തുള്ള പ്രകടനവും മെൻസ് അസോസിയേഷനായിട്ട് സ്വീകരണവും ഒക്കെ വേണ്ട എന്ന് വെക്കാനുള്ള ഒരു ഔചിത്യം ബോച്ചയ്ക്ക് ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും അദ്ദേഹത്തിന് അതിലൊക്കെ ചെറിയൊരു നാണക്കേട് തോന്നും എന്ന് തന്നെയാണ് അടുത്തറിയാവുന്ന എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്നത്. എന്താണെങ്കിലും ബോച്ചെ പുറത്തേക്ക് എത്തുകയാണ്. രാഹുൽ ഈശ്വറിൻ്റെ നെഞ്ചിടിപ്പ് കൂടുന്നു. രാഹുൽ ഈശ്വർ എന്നാണ് അകത്തേക്ക് പോകുന്നതെന്നറിയില്ല. എന്താണെങ്കിലും രാഹുൽ ഈശ്വറിനെയും സ്വീകരിക്കാൻ മെൻസ് അസോസിയേഷൻ ആളുകളുണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. കാരണം എവിടെയൊക്കെ പീഡിപ്പിക്കലുണ്ടോ അവിടെയെല്ലാം തന്നെ ആണുങ്ങളെ രക്ഷിക്കാൻ ഇതുപോലെയുള്ള കുറേ വഷളന്മാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹത്തിന് പണമുള്ള ആളുകൾ ആരെങ്കിലും പീഡിപ്പിച്ചാൽ അവർക്ക് വേണ്ടി വാദിക്കാൻ ഏത് ചാനലിലും ഏത് ചർച്ചയ്ക്കും രാഹുൽ ഈശ്വർ ഉണ്ടാവും. പക്ഷെ അത്ര എളുപ്പമല്ല ഹൈക്കോടതിയിൽ ചെന്ന് വാദിക്കുന്നത്, ആളുകളെ മണ്ടന്മാരാക്കുന്നത് എന്നുള്ളത് രാഹുൽ ഈശ്വർ ഓർക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് സ്വന്തമായി അഡ്വക്കേറ്റ് ആയിട്ടുള്ള അദ്ദേഹം സ്വയമേ വാദിക്കും എന്നൊക്കെയുള്ള വാദത്തിൽ നിന്ന് പിന്മാറിയുന്നത് നന്നായി. അല്ലെങ്കിൽ അദ്ദേഹം പണ്ടേക്ക് കൊണ്ടേ തന്നെ ശിക്ഷിക്കപ്പെട്ടവരെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത്രമാത്രം വിവരമേ രാഹുൽ ഈശ്വറിനുള്ളൂ. പണം സമ്പാദിക്കാൻ വേണ്ടി ചർച്ചയ്ക്ക് പോകുന്ന പോലെ എളുപ്പമല്ല പലപ്പോഴും ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിക്കൽ എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്താണെങ്കിലും ബോച്ചയുടെ ശിക്ഷാവിധി കഴിഞ്ഞിരിക്കുന്നു. ഇനി ബോച്ചെ സസുഖം വാഴട്ടെ. മറ്റേ വഷളത്തരങ്ങളും കമൻറ്റുകളും ഡബിൾ മീനിങ് കമൻറ്റുകളും ഒക്കെ പറയാതിരിക്കട്ടെ എന്നാണ് നമ്മൾ ആശിക്കുന്നത്. ഇത് മറ്റു നിരവധി ആളുകൾ കൂടി ഒരു പാഠമാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അറഞ്ഞം പുറഞ്ഞം സ്ത്രീകളെ എന്തും പറയാം എന്നുള്ളൊരു തോന്നലിൽ നിന്ന് ഒരുപാട് ആളുകൾ പിൻവാങ്ങിയിരിക്കുന്നു. ആ നടപടിയിൽ യഥാർത്ഥത്തിൽ പിണറായി വിജയനും ഹൈക്കോടതിയും ഒക്കെ എടുത്ത നടപടിയെ ഞാൻ ശ്ലാഘിക്കുന്നു. പക്ഷെ ഒരു കാര്യം മറന്നുകൂടാ, ബോച്ചയോട് കാണിച്ച ഈ ആവേശം മറ്റ് നിരവധി ആളുകളോട് കാണിച്ചിട്ടില്ല എന്നുള്ളതും വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. നടൻ സിദ്ദിഖിൻ്റെ കാര്യത്തിലാണെങ്കിലും മുകേഷിൻ്റെ കാര്യത്തിലാണെങ്കിലും വലിയ കുറ്റകൃത്യം ചെയ്തവരുടെ കാര്യത്തിൽ ഇതൊന്നും കാണിക്കപ്പെട്ടില്ല എന്നുള്ളതും വാസ്തവമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എങ്കിലും ഈ സൈബർ കുറ്റകൃത്യങ്ങൾ കുറയാൻ ഇതിടയാകുമെങ്കിൽ ബോച്ച ഒരു നിമിത്തമാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം.